നമസ്കാരം. സ്വന്തം രാഷ്ട്രീയ നിലപാടുകൾ തുറന്നു പറഞ്ഞിട്ടുള്ള കലാകാരന്മാരിൽ വളരെ ചുരുക്കം പേരിൽ ഒരാളാണ് ശ്രീ രമേഷ് പിഷാരടി. അദ്ദേഹത്തിന്റെ ഏറ്റവും അവസാനമായി കേട്ട ഒരു പ്രസംഗം ഒരു കോൺഗ്രസിന്റെ വേദിയിൽ നിന്നുകൊണ്ടുള്ള ഒരു പ്രസംഗമാണ്. കോൺഗ്രസിന്റെ വേദികളിൽ പലപ്പോഴായി അദ്ദേഹം പല പ്രസംഗങ്ങളും നടത്തിയിട്ടുണ്ടെങ്കിലും അവസാനം കേട്ട ഒരു പ്രസംഗം കോൺഫിഡൻസുമായി ബന്ധപ്പെട്ടതാണ്. അതായത് LDFന്റെ ഒരു പരസ്യവാചകം, അത് ഈ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പരസ്യവാചകമാണ്. ഇടതില്ലെങ്കിൽ ഇന്ത്യയില്ല എന്ന ഒരു വാചകം. അതിനെ പരിഹസിച്ചുകൊണ്ടാണ് രമേഷ് പിഷാരടി പറയുന്നത്, ഇങ്ങനെയൊക്കെ പറയാൻ കഴിയണമെങ്കിൽ വലിയ വലിയ കോൺഫിഡൻസ് വേണം, വലിയ അളവിൽ കോൺഫിഡൻസ് വേണം എന്നൊക്കെ പറയുന്നത്. പക്ഷേ എന്നെ ഞെട്ടിച്ചൊരു കാര്യം എന്താണെന്നറിയാമോ, ഇത് ഇങ്ങനത്തെ കോൺഫിഡൻസ് എനിക്ക് വലിയ ഇഷ്ടമാണ്. എനിക്ക് അത്ഭുതം തോന്നുന്ന കോൺഫിഡൻസ് ആണ്. കാരണം ഒരു വശത്ത് വലിയ നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് പറയുന്നു ചിഹ്നം സംരക്ഷിക്കണം കേട്ടോ, ചിഹ്നം സംരക്ഷിക്കാൻ എല്ലാവരും ഒത്തുപിടിക്കണം, അല്ലെ നമ്മുടെ ചിഹ്നം പോകും എന്ന് പറയുമ്പോൾ തന്നെ മറുവശത്ത് പറയുകയാണ് ഇടതില്ലെങ്കിൽ ഇന്ത്യ ഇല്ല എന്ന്. ഇത് എങ്ങനെ, എന്തൊരു കോൺഫിഡൻസ് ആണെന്ന് ആലോചിച്ച് നോക്കണം നിങ്ങൾ. ഇത് പറയുന്നതിന് എന്തുമാത്രം ധൈര്യം ഉണ്ടെങ്കിലാണ് ഇങ്ങനെ പറയാൻ പറ്റുന്നത്. അത്ര ധൈര്യത്തോടെയല്ലേ ഇത് ഇവർ പറഞ്ഞു കളയുന്നത്. ഇടതുണ്ടെങ്കിലേ ഇന്ത്യയുള്ളൂ എന്ന LDFന്റെ ഒരു പരസ്യവാചകം ഇങ്ങനെയൊക്കെ പറയാൻ സാധിക്കണമെങ്കിൽ വലിയ കോൺഫിഡൻസ് വേണം എന്നാണ് രമേഷ് പിഷാരടി പറയുന്നത്. എന്നാൽ അതിലും വലിയ കോൺഫിഡൻസ് ഉള്ള ഒരാളെ എനിക്ക് നേരിട്ടറിയാം. അത് മറ്റാരുമല്ല, അത് സ്വയം രമേഷ് പിഷാരടി തന്നെയാണ്. കാരണം രമേഷ് പിഷാരടി എന്ന കലാകാരനെ കേരള സമൂഹം അറിയപ്പെടുന്നത് ഒരു കൊമേഡിയൻ എന്ന നിലയിലാണ്. ഇന്നുവരെ യാതൊരു കോമഡി പോലും പറഞ്ഞ് വിജയിപ്പിച്ചിട്ടില്ലാത്ത രമേഷ് പിഷാരടിക്ക് ഒരു കൊമേഡിയൻ എന്ന ലേബലിൽ കേരളത്തിലുള്ള ജനങ്ങളെ ഇത്രയും കാലം പറ്റിക്കാൻ പറ്റിയില്ലേ? അതിന് ഒരു നിസാര കോൺഫിഡൻസ് പോരല്ലോ. രമേഷ് പിഷാരടി സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കുന്നതും നല്ലതാണ്. കാരണം ഇത്രയും നാൾ കൊമേഡിയൻ എന്ന ലേബലിൽ പിടിച്ചു നിന്നിട്ട് ഒരു കോമഡിയെങ്കിലും രമേഷ് പിഷാരടി ഒരു അവതാരകൻ എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ നാൾ അവതരിപ്പിച്ച ഒരു പ്രോഗ്രാമാണ് ബഡായി ബംഗ്ലാവ്. ഈ പരിപാടിയിൽ ഉൾപ്പെടെ നിരവധി സ്റ്റേജ് ഷോകൾ, ഇതിലേതെങ്കിലും ഒന്നിൽ ഒരു കോമഡിയെങ്കിലും പറഞ്ഞ് സ്വന്തമായി വിജയിപ്പിച്ചിട്ടുണ്ടോ എന്ന് ഒരിക്കലെങ്കിലും തിരിഞ്ഞു നോക്കി ഒന്ന് ചിന്തിക്കണം. ഞാൻ ഒരുപാട് രമേഷ് പിഷാരടിയുടെ പ്രോഗ്രാമുകൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അതിലൊന്നിലും ഒരു തമാശ പോലും, ഇപ്പോൾ രമേഷ് പിഷാരടിയുടെ പേരായിട്ട് നിൽക്കുന്ന വളരെ കാലം പ്രവർത്തിച്ച ഒരാളാണ് ശ്രീ ധർമ്മജന്റേതായിട്ട് നമുക്ക് ഒരുപാട് കോമഡികളിൽ, പല ചലച്ചിത്രങ്ങളിൽ, സിനിമകളിൽ നമ്മൾ ഓർത്തിരിക്കുന്ന കോമഡികളുണ്ട്. ഇപ്പോൾ കട്ടപ്പനയിലെ ഋതിക് റോഷൻ എന്ന ചിത്രത്തിലെ എല്ലാം നായകനോടൊപ്പം പ്രാധാന്യമുള്ള ഒരു റോളാണ് ധർമ്മജൻ അവതരിപ്പിച്ചത്. അതിലേക്ക് നിരവധി കോമഡി സീനുകൾ അദ്ദേഹത്തിൻ്റെതായി നമ്മൾ ഇന്നും ഓർത്തിരിക്കുന്നുണ്ട്. എന്നാൽ ഒരിക്കൽ പോലും ഒരു കോമഡിയെങ്കിലും രമേഷ് പിഷാരടിയുടെ വകയായി കേരള സമൂഹത്തിൽ ആരെങ്കിലും ഇന്നുവരെ കേട്ടിട്ടുണ്ടോ? രമേഷ് പിഷാരടി പറയുന്നത് കേൾക്കുമ്പോൾ നമ്മൾ പലപ്പോഴും ചിരിച്ചിട്ടുണ്ട്. പക്ഷെ ആ ചിരിച്ചതൊക്കെ എന്തിനു വേണ്ടിയായിരുന്നു? മറ്റുള്ളവരെ കളിയാക്കുക. ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ മറ്റുള്ളവരെ കളിയാക്കാൻ മാത്രം അറിയുന്ന ഒരാളാണ് സത്യത്തിൽ ഈ രമേഷ് പിഷാരടി. ഇപ്പോ ഈ കോൺഗ്രസിന്റെ വേദികളിൽ നിന്ന് ചെയ്യുന്നത് CPMനെ കളിയാക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഇടതു പാർട്ടികളെ കളിയാക്കുക എന്നുള്ളതാണ്. അത് പറഞ്ഞ് കളിയാക്കുമ്പോൾ അവിടെ കുറെ ഹർഷാരവവും ചിരിയും ഒക്കെ ഉണ്ടാവുന്നുണ്ടെങ്കിലും ഈ കളിയാക്കൽ എന്ന ഒരു പരിപാടി മാത്രമാണ് രമേഷ് പിഷാരടിക്ക് അറിയാവുന്നത്. ഇപ്പൊ ഹാസ്യതാരങ്ങളായ നമ്മുടെ സലീം കുമാർ രമേഷ് പിഷാരടിയുടെ തന്നെ ഒരു ഗുരുസ്ഥാനീയനാണെന്ന് അദ്ദേഹം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഈ സലീം കുമാറിന്റെയോ അല്ലെങ്കിൽ ഇന്നസെന്റിന്റെയോ അതല്ലെങ്കിൽ ജഗതി ശ്രീകുമാറിന്റെ, അങ്ങനെ നിരവധി കലാകാരന്മാരുണ്ടല്ലോ കോമഡി മേഖലയിൽ പ്രവർത്തിച്ചിട്ടുള്ള. ഇവരുടെ എല്ലാം നിരവധി കോമഡികൾ നമ്മൾ ഇന്നും ഓർത്തോർത്ത് ചിരിക്കുന്നവയുണ്ട്. എന്നാൽ അത്തരത്തിൽ ഏതെങ്കിലും ഒരു കോമഡി രമേഷ് പിഷാരടിയുടെ വകയായിട്ടുണ്ടോ? രമേഷ് പിഷാരടി അവതരിപ്പിക്കുന്ന മിക്ക പ്രോഗ്രാമുകളിലും ധർമ്മജൻ അദ്ദേഹത്തിന്റെ പേരായിട്ടുണ്ട്. ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഈ ധർമ്മജന്റെ പൊക്കത്തെ, അല്ലെങ്കിൽ ധർമ്മജന്റെ വിവരമില്ലായ്മ, അല്ലെങ്കിൽ ധർമ്മജൻ കോമഡി പറഞ്ഞിട്ട് കേൾക്കുന്നില്ല എന്നുള്ള രീതിയിൽ ധർമ്മജനെ കളിയാക്കുക എന്നത് മാത്രമാണ് ആ പ്രോഗ്രാമുകളിൽ ഉടനീളം നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു തരത്തിൽ ബോഡി ഷെയ്മിങ്, അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ക്യാരക്ടർ അസാസിനേഷൻ എന്നൊക്കെ പറയാവുന്ന രീതിയിൽ ആളുകളെ കളിയാക്കുക. രമേഷ് പിഷാരടി തന്നെ ദീർഘകാലം ഏഷ്യാനെറ്റിൽ അവതരിപ്പിച്ച ബഡായി ബംഗ്ലാവ് എന്ന പരിപാടി കുറച്ചു നേരം ധർമ്മജനെ ഇട്ട് വട്ടാക്കും. അയാളുടെ പൊക്കത്തെ അല്ലെങ്കിൽ അയാളുടെ ബുദ്ധിയില്ലായ്മയൊക്കെ കുറെ കളിയാക്കും. അത് കഴിയുമ്പോൾ പുള്ള ഭാര്യയാണെന്ന് പറഞ്ഞ ആര്യ എന്ന് പറയുന്ന ഒരു കഥാപാത്രം വരും. അപ്പൊ ആ ക്യാരക്ടറിനെ കുറെ നേരം കളിയാക്കും. നിന്റെ അച്ഛൻ കള്ളനാണ്, അല്ലെങ്കിൽ ഭയങ്കര മോശക്കാരനാണ്, നിന്റെ കുടുംബക്കാർ മോശക്കാരാണെന്നൊക്കെ ഉള്ള രീതിയിൽ പള്ളു പറയുക, കുറ്റം പറയുക എന്നുള്ള രീതിയിൽ ആ ഒരു ക്യാരക്ടർ വരും. അങ്ങനെ അതിൽ വന്നു പോകുന്ന എല്ലാ ക്യാരക്ടേഴ്സിനെയും ഈ രമേഷ് പിഷാരടിക്ക് കൗണ്ടർ അടിക്കാൻ, രമേഷ് പിഷാരടിക്ക്
കളിയാക്കാൻ, ബോഡി ഷെയിം ചെയ്യാൻ, കുറ്റം പറയാൻ, അങ്ങനെ കോമഡി ഉണ്ടാക്കാൻ നിരവധി ക്യാരക്ടേഴ്സിനെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു പരിപാടിയാണ് ഈ ബഡായി ബംഗ്ലാവ് എന്ന് പറഞ്ഞ പരിപാടി. അപ്പോൾ അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം. കാരണം മറ്റുള്ളവരെ കളിയാക്കുക, ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ മറ്റുള്ളവരെ കളിയാക്കാൻ മാത്രം അറിയുന്ന ഒരാളാണ് ഈ രമേഷ് പിഷാരടി. എന്തുകൊണ്ടാണ് രമേഷ് പിഷാരടിയുടെ ഒരു സിനിമ പോലും തിയേറ്ററിൽ ഓടാത്തത്? അല്ലെങ്കിൽ ഈ ചാനലുകളിലൊക്കെ, പല ചാനലുകളിലും ഈ സിനിമകളിലെ കോമഡി ക്ലിപ്പുകൾ കാണിക്കുന്ന പരിപാടികളുണ്ട്. ഇപ്പൊ അത്തരം പരിപാടികളിൽ ആകെ രമേഷ് പിഷാരടിയുടെ ഒരു കോമഡി ക്ലിപ്പ് കാണിക്കുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നല്ലവനായ ഉണ്ണിയായിട്ട് പുള്ളി അഭിനയിക്കുന്ന അമർ അക്ബർ അന്തോണി എന്ന് പറഞ്ഞ ഒരു ചിത്രത്തിൽ മാത്രമേ ഉള്ളൂ. അത് സത്യത്തില് അതിന്റെ സംവിധായകര് ഈ എല്ലാവരെയും ഇങ്ങനെ കളിയാക്കി പറയുന്ന രമേഷ് പിഷാരടിക്കിട്ട് കൊടുത്ത 8ന്റെ പണിയാണ് അമർ അക്ബർ അന്തോണി എന്ന് പറയുന്ന സിനിമ. കാരണം അതില് എല്ലാ രീതിയിലും നല്ലവനായ ഉണ്ണിയായിട്ട് കാണിച്ചിട്ട് അവസാനം ഇവന് കഞ്ചാവ് കച്ചവടമാണ് പണി എന്ന് അവസാനിപ്പിക്കുക വഴി ആ ക്യാരക്ടറിനെ അങ്ങ് ഇടിച്ചു താത്തുന്ന ഒരു രീതി അവർ ആ സിനിമയിൽ ചെയ്തു. അവരെന്താണോ ആ സിനിമയിൽ ചെയ്തത്, അവരെന്താണോ ആ സിനിമയിൽ രമേഷ് പിഷാരടിക്കിട്ട് പണി കൊടുത്തത്, അതേ പരിപാടിയാണ് പുള്ളി മറ്റുള്ള കോമഡി എന്ന് പറയുന്ന പേരിൽ മറ്റുള്ളവർക്ക് നേരെ പുള്ളി അഴിച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത്. സ്ഥിരമായി ധർമ്മജനായിരുന്നു പുള്ളിയുടെ ഒരു സ്ഥിരം വേട്ടമൃഗം. ധർമ്മജനായിരുന്നു. ധർമ്മജൻ ഇപ്പോ കുറച്ച് സിനിമകളൊക്കെ കിട്ടി, കുറച്ച് ഫെയിം ഒക്കെ ആയി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവന്റെ ഈ ആട്ടും തുപ്പും കേൾക്കുന്ന പരിപാടി പുള്ളി നിർത്തി. പുള്ളിയുടേതായ പാത വെട്ടിത്തെളിച്ച് മുന്നോട്ട് പോകുന്നു. നിരവധി ചിത്രങ്ങളിൽ നല്ല കോമഡി സീനുകൾ മനുഷ്യർക്ക് ഓർത്ത്, ഇപ്പൊ പാപ്പി അപ്പച്ച എന്ന് പറയുന്ന സിനിമ തൊട്ട് ഇങ്ങോട്ട് ഒരു പിടി നല്ല മികച്ച കോമഡി രംഗങ്ങൾ കൈകാര്യം ചെയ്യാൻ ഈ പിഷാരടിയുടെ പിടിയിൽ നിന്ന് വിടിയിപ്പിച്ചതിന് ശേഷം ധർമ്മജന് സാധിച്ചു. അല്ലെങ്കിൽ എന്നും പുള്ളിയുടെ ആട്ടും തുപ്പും കൊണ്ട് കോമഡി ബഡായി ബംഗ്ലാവിൽ കിടക്കേണ്ട വന്നേനെ. പക്ഷെ പുള്ളി രക്ഷപ്പെട്ടു. ഇപ്പൊ അതുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ആരെയെങ്കിലും ഒക്കെ ബോഡി ഷെയിം ചെയ്യാൻ കിട്ടുക, അല്ലെങ്കിൽ ഒരു പുള്ളിയുടെ ഒരു വിജയിച്ച ഇപ്പോൾ ഈ ഇൻസ്റ്റഗ്രാം റീൽസ് പോലെയുള്ള പരിപാടികളിൽ രമേഷ് പിഷാരടിയുടെ ആ ഒരു സംഭാഷണ ശകലം, ഏതോ വീട്ടിൽ പോയി ആരാണ്ട് ബലിയിടാൻ ഒരു ചെറുക്കനെ വിളിച്ചുകൊണ്ട് പോയി, അവൻ അവിടുത്തെ ഒരു നിക്കർ എടുത്തിട്ടു, എന്നിട്ട് അത് ഊരിപ്പോയി എന്നൊക്കെ പറയുന്ന ഒരു കോമഡി ശകലമുണ്ട്. അതും ഒരു തരത്തിൽ ഒരാളെ ഇടിച്ചു താത്തി സംസാരിക്കുക അല്ലെങ്കിൽ കളിയാക്കുക എന്നത് തന്നെ. പക്ഷെ അതാണ് ആൾക്കാരെ ഓർത്ത് ചിരിക്കുന്ന ഒരു ചെറിയ കോമഡി ഭാഗം. അതല്ലെങ്കിൽ ഈ അമർ അക്ബർ അന്തോണിയിലെ ഒരു ചെറിയ വേഷം. അതല്ലാതെ ഇന്ന് വരെ രമേഷ് പിഷാരടി എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞ് വിജയിപ്പിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു കോമഡി ആളുകൾ ഓർത്തിരിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ആളുകളുടെ ഓർമ്മയിൽ എടുത്തു പറയാൻ സലീംകുമാറിന്റെയൊക്കെ എത്ര കോമഡികൾ നമുക്കറിയാം. ഈ രമേഷ് പിഷാരടി തന്നെ ഗുരുസ്ഥാനീയനാണെന്ന് പറഞ്ഞ സലീംകുമാറിന്റെയൊക്കെ എത്ര കോമഡി ശകലങ്ങൾ നമ്മൾ ഡെയിലി നമ്മൾ സംഭാഷണങ്ങൾക്കിടയിൽ മനുഷ്യർ ഉപയോഗിക്കുന്നു, സലീംകുമാറിന്റെ ഓരോ കോമഡി വാക്കുകളൊക്കെ. പക്ഷെ ഒരു കോമഡി പോലും ഇന്നു വരെ പറഞ്ഞ് വിജയിപ്പിച്ചിട്ടില്ലെങ്കിലും ഇപ്പൊ രമേഷ് പിഷാരടി ആകെ ചെയ്യുന്നത് ഈ സ്റ്റേജ് ഷോകളിൽ അവതാരകനായിട്ട് നിൽക്കുമ്പോൾ ഇങ്ങനെ ഈ വരുന്ന ആളുകളെയൊക്കെ ഇങ്ങനെ അങ്ങ് പുകഴ്ത്തി സംസാരിക്കും. അതായത് ഇപ്പൊ അതിനുവേണ്ടിയാണല്ലോ സ്റ്റേജിൽ ഒരാളെ നിർത്തുന്നത്. മലയാളത്തിന്റെ മഹാനടൻ പത്മശ്രീ മോഹൻലാൽ, സ്വകാര്യ അഹങ്കാരം, കാപ്പ്, കുണാൽ എന്നൊക്കെ ഇങ്ങനെ പറയുമല്ലോ ഓരോരുത്തർ കയറി വരുമ്പോ. അപ്പൊ അങ്ങനെ പറയാൻ വേണ്ടി ഈ മലയാള സിനിമയിലെ പ്രശസ്തരായ നടന്മാരെ ഇങ്ങനെ സ്റ്റേജിൽ നിന്ന് വാഴ്ത്തിപ്പാടുന്ന ഒരു പാണൻ. അങ്ങനെയാണ് രമേഷ് പിഷാരടി കുറെ കാലം തള്ളി നീക്കിയത്. ഇപ്പോ ആ പാണന്റെ ജോലി കോൺഗ്രസിന് വേണ്ടി ഏറ്റെടുത്തിരിക്കുന്നു. കോൺഗ്രസിന്റെ നേതാക്കന്മാരൊക്കെ ഇപ്പോ ജനങ്ങൾക്ക് മുൻപിൽ അട്ടർ കോമഡി പീസ് ആയതുകൊണ്ട് പുതിയ ഒരു വിദൂഷകനെ കിട്ടിയിരിക്കുന്നു. അതാണ് രമേഷ് പിഷാരടി. അപ്പോ ഈ ആളുകളെ കുറ്റം പറഞ്ഞ് അരിമെഴുകുക എന്നുള്ള പരിപാടി, അല്ലെങ്കിൽ കളിയാക്കി പുച്ഛിച്ച് അന്നം കണ്ടെത്തുക എന്ന് പറയുന്ന പരിപാടി കോൺഗ്രസ് വേദിയിൽ നിന്നുകൊണ്ട് ചെയ്യുന്നു. അതാണ് രമേഷ് പിഷാരടി ഇപ്പൊ ചെയ്യുന്നത്. അപ്പോ ഈ മറ്റുള്ളവരുടെ ഓവർ കോൺഫിഡൻസ്, അതിനെപ്പറ്റിയൊക്കെ വലിയ വാചാലനാകുന്ന രമേഷ് പിഷാരടി സ്വന്തമായി താങ്കൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് സ്വയം ഒന്ന് ചിന്തിച്ചാൽ വളരെ നല്ലത്.